പുരുഷന്മാർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങേണ്ടവരാണ്. അവര് പൊതുസമൂഹത്തിൽ ഇറങ്ങേണ്ടവരാണ്. മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കാനുള്ളവരല്ല. വീഡിയോകൾ കണ്ട് റീലുകൾ കണ്ട് സമയം കളയേണ്ടവരല്ല നമ്മള്. നമുക്കൊരുപാട് ദൗത്യമുണ്ട്. പുറത്തേക്കിറങ്ങ്. ഈ ലോകം മുഴുവനും ഇബാദത്തിന്റെ സാധ്യതകളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ടവരാ പുരുഷന്മാർ. പെണ്ണുങ്ങളും അങ്ങനെയാ. പക്ഷെ അവർക്ക് പരിമിതികളുണ്ട്. അവർക്ക് ചില പരിമിതികളുണ്ട് അള്ളാഹു നിശ്ചയിച്ചത്. ഇതൊന്നും ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല. ആണ് ആണാണ്, പെണ്ണ് പെണ്ണാണ്. ഡൊണാൾഡ് ട്രംപ് വന്ന് മൂപ്പര് എന്തൊക്കെ ചെയ്തു കൂട്ടാൻ നമുക്കറിയില്ല. പക്ഷെ ഒരു നല്ല കാര്യം ചെയ്ത് എനിക്ക് അംഗീകരിക്കേണ്ടി വരും. എന്താ? അദ്ദേഹം പറഞ്ഞു, 2 ജെൻഡറേ ലോകത്തുള്ളൂ, മെയിൽ ആൻഡ് ഫീമെയിൽ. ട്രാൻസ്ജെൻഡർ എന്ന പരിപാടി ഒച്ചപ്പാടുണ്ടാക്കി വരാൻ നിൽക്കേണ്ട. ഒരൊറ്റ കുട്ടിക്ക് ഒരു ആനുകൂല്യം തരൂല. ട്രംപിന്റെ ഒരു ചില നല്ല കാര്യം മൂപ്പര് പലതും വിളിച്ചു പറയും. പക്ഷെ അയാള് ജനിച്ചിട്ട് ഇതുവരെ, അയാൾ പറഞ്ഞ വിഷയമാണ് ഒരു ഇന്റർവ്യൂവിൽ, ഇതുവരെ ഒരു മുറുക്ക് കള്ളു കുടിച്ചിട്ടില്ല. ജീവിതത്തിൽ സിഗരറ്റ് വലിച്ചിട്ടില്ല അദ്ദേഹം പറയാം. എനിക്ക് എൻ്റെ ഒരു സഹോദരനുണ്ട്, അയാളുടെ പേര് ഫ്രെഡ് എന്ന. എൻ്റെ ജ്യേഷ്ഠൻ നല്ല മനുഷ്യ, ഹി വാസ് എ വെരി ഗുഡ് ബ്രദർ. പക്ഷെ കള്ളുകുടിയനാണ്. കുടിച്ച് ജീവിതം തകർന്നു. എന്നോട് പറയും, ഡൊണാൾഡ് നീ കുടിക്കരുത് കേട്ടോ. ജ്യേഷ്ഠന്റെ ഉപദേശം. ട്രംപ് സ്കൂളിൽ പോകുന്നൊരു മോനുണ്ട്, 8 വയസ്സുള്ള മോനോട് പറയുന്നുണ്ട്, മൈ സൺ നെവർ ഡ്രിങ്ക് ഇൻ യുവർ ലൈഫ്. ആൽക്കഹോളോ മദ്യമോ ലഹരിയോ നിന്റെ വായിലൂടെ കടക്കരുത്. നിന്റെ ജീവിതത്തിൽ സ്മോക്ക് ചെയ്യരുത്. കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അദ്ദേഹത്തിന് ചില നന്മകളുണ്ട്. ആ നന്മകളിൽ നമുക്ക് പറ്റുന്നെടുക്കാം. നന്മയെ നന്മയായിട്ട് നമ്മൾ അംഗീകരിക്കണം, അല്ലേ? അദ്ദേഹം കൊണ്ടുവന്ന ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അതാ, ആണും പെണ്ണേ ഇവിടെ ഉള്ളൂ. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞൊരു ജെൻഡർ ഉണ്ടാക്കണ്ട. കാരണം അൽഹഖിൽ മാലബി ബിൽ മബാൽ, മനുഷ്യന്റെ മബാലുകൾ ഒന്നുകിൽ ദഖറാണ് അല്ലെങ്കിൽ ഉൻസയാണ്. ആണും പെണ്ണേ ഉള്ളൂ. വെറുതെ കോലം കെട്ടണ്ട. കാരണം അങ്ങനെ ഒരു ട്രെൻഡ് വല്ലാതെ ലോകത്ത് പ്രചരിച്ചു കഴിഞ്ഞു. റെയിൻബോ എന്ന് പറയുന്ന സംഭവം എത്ര കുട്ടികൾക്ക് എന്തൊരു ഇഷ്ടമുള്ള സംഗതിയായിരുന്നു അത്. ഇപ്പൊ റെയിൻബോ വരക്കാൻ പറ്റുമോ? റെയിൻബോ അറിയില്ലേ? നമ്മുടെ മഴവില്ലിന്റെ ആ 7 നിറങ്ങൾ വെച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ചിത്രം വരക്കും. ഇപ്പൊ ആ ചിത്രം വെച്ചാൽ നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോന്ന് ചോദിക്കും, നപുംസകാണോ എന്ന്. എന്താ അവരുടെ ചിഹ്നമായി മാറിയിട്ടുണ്ടല്ലോ അത്? ആർക്കറിയാം. എന്തൊരു ബുദ്ധിമുട്ട്. റെയിൻബോ എന്ന് പറഞ്ഞ സംഭവം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലൊക്കെ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോ എനിക്ക് അറിയില്ല. നമ്മൾ ഉൾക്കൊള്ളാറുണ്ട്. കൈയും പിടിച്ച് കോർത്ത്, ഒരു ആണും കൈ പിടിച്ച് കോർത്ത് നടന്നാൽ ഭയങ്കര പ്രശ്നമല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊരു സ്ഥലത്ത് യാത്ര ചെയ്യുക, വേറെ കൺട്രിയിൽ യാത്ര ചെയ്തു. അപ്പോൾ എൻ്റെ കൂടല്ലാടെ കൈ പിടിച്ച് നടക്കുമ്പോൾ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൈ അങ്ങ് വിട്ടേക്കിട്ടോ. 2 ആണുങ്ങൾ കൈ പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ പലതും അവർ ആലോചിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നോക്കണേ. അപ്പൊ കൈ വിട്ട് നടക്കണം. ആണും കല്യാണം കഴിച്ചാലാണല്ലോ അങ്ങനെ നടക്കുക. നമ്മുടെ നാട്ടിൽ വല്ല കഥയുണ്ടോ? നമ്മൾ കൈ പിടിച്ച് അങ്ങനെ നടന്നു പോകൂലേ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ദുബൈയിലെ ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോഴേ എൻ്റെ ഒരു കൊളീഗ് ഉണ്ട്. ഞാനും അയാളും കൈ പിടിച്ച് ഇങ്ങനെ സ്കൂളിലേക്ക് അസംബ്ലി കഴിഞ്ഞ് കിടക്കുമ്പോൾ ബാക്കിൽ നിന്ന് കുട്ടികൾ ചിരിക്കുന്നുണ്ട്. ഞാൻ അന്ന് ജോയിൻ ചെയ്ത സമയമാണ്. അപ്പം എനിക്ക് വലിയ പിടുത്തം കിട്ടിയില്ല എന്താ ഇവർ ചിരിക്കാൻ കാരണം. ഹൈസ്കൂളിലെ കുട്ടികളാണ്. അപ്പോഴെന്നോട് അദ്ദേഹം സയൻസ് ലാബ് അറ്റൻഡറാണ്, ഡോക്ടർ അനസ് എന്ന് പറയും. അപ്പം അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ ഹാക്ക് അവരെന്താ പറയണമെങ്കിൽ മനസ്സിലായെന്ന് ചോദിച്ചു. ഇല്ലല്ല, നമ്മൾ കൈ വെൻ വി ഹോൾഡ് അവർ ഹാൻഡ്സ് ടുഗദർ അവർ പറയും നമ്മൾ ഗെയ്സ് ആണെന്ന് വിചാരിക്കും. സുബ്ഹാനല്ലാഹ്. പെണ്ണും കൈ പിടിച്ച് നടക്കാൻ പറ്റൂലല്ലോ. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ നിയമം. അള്ളാഹു ആര് കൊണ്ടുവന്ന നിയമം എന്നറിയില്ല. അപ്പൊ ട്രംപ് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ആദ്യ പ്രഖ്യാപനം എനിക്കത് ഇഷ്ടമായി. അങ്ങനെ നല്ല ബുദ്ധി ആൾക്ക് തോന്നിയല്ലോ. ഇവിടെ ആണും പെണ്ണേ ഉള്ളൂ, മൂന്നാമത്തെ ഒരു ജെൻഡർ ഇല്ല. ആണെന്നെങ്കിലാണ്, അല്ലെങ്കിൽ പെണ്ണ്. അതന്നെ ഇരിക്കട്ടെ. എന്തിനാ നമ്മളത് പറയാൻ കാരണം? സമരെ നമ്മൾ ഇവിടുന്ന് വന്നത് അതിന്റെ റബത്ത്. എന്തായിരുന്നു നമ്മളത് പറയാൻ കാരണം? ഓൺലൈനിൽ ആരെയും പറയണ്ടോ എവിടുന്ന് നമ്മൾ ആ പോയിന്റിലേക്ക് വന്നത്? പുരുഷന്മാരും പെണ്ണുങ്ങളും ഒരുപോലെയല്ല. ആണുങ്ങൾ പുറത്തിറങ്ങി നടന്ന് ജോലി ചെയ്യേണ്ട ആള്. അതുകൊണ്ട് ഒരു നബിയും ഒരു പെണ്ണായി വരാതിരിക്കാൻ കാരണം
ആണുങ്ങൾ പുറത്തിറങ്ങി നടക്കണം, പെണ്ണുങ്ങൾക്കത് കഴിയില്ല. അവരുടെ സൈക്കോളജിക്കൽ ഫിസിക്കൽ റിക്വയർമെന്റുകൾ മറ്റൊരു തരത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. പെണ്ണിനെ പോലെ ആണിനാവാൻ പറ്റൂല, ആണിനെ പോലെ പെണ്ണിനും ആവാൻ പറ്റില്ല. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ തങ്ങൾ പറഞ്ഞു, ആണ് പെണ്ണാവുകയും പെണ്ണ് ആൺകോലം കെട്ടുകയും ചെയ്യുന്ന ഒരു കാലം അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണേണ്ടി വരും. ഫൽഅനൂഹും ഫഇന്നഹും മൽഊനൂൻ, അവരെ നിങ്ങൾ ശപിക്കണേ, അവർ ശപിക്കപ്പെട്ടവരാണ്. അവൻ ഒന്നാം തരം ആണാണ്, അവനറിയാം. പക്ഷെ അവന്റെ ടെസ്റ്റൊക്കെ പൊന്തിയിട്ടാണ്. അത് മറച്ചു പിടിച്ച് അമർത്തി പിടിച്ച് കൊണ്ടുനടക്കണ്ടാവാനോ? ഓനത് ഉഷാറായിട്ട് പ്രൊജക്ട് ചെയ്തിട്ട് ചാരിയും ചുറ്റി നടക്കുക. അതൊരു ഐബല്ലേ? ഒരു മനുഷ്യന് കയ്യും കാലും ഇല്ലാത്ത എന്തെല്ലാം പ്രയാസങ്ങൾ വരുന്നുണ്ട്. കണ്ണില്ലാതെ, മൂക്കില്ലാതെ, തലയിൽ മുടിയില്ലാതെ, മുച്ചിറിയായിട്ട് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ജനിക്കുന്നില്ലേ? ആ ഒരു ജന്മവൈകല്യം എന്ന് പറയുന്ന റബ്ബ് തരുന്ന പരീക്ഷണത്തെ മറച്ചു പിടിക്കുകയല്ലേ ചെയ്യുക? അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യലാണോ? ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രശ്നം. എന്നിട്ട് പിരിവേറ്റ് നടക്കുക, ട്രെയിനിലും ബസ്സിലും റോഡിലും സൈഡിലും തോണ്ടി നടക്കുക. പെണ്ണിന്റെ കോലം കെട്ടി നടക്കുന്ന ആണുങ്ങൾ ഒന്നാം തരം ആണുങ്ങളാണ്, പക്ഷെ പെണ്ണിന്റെ കോലം. ആണിന്റെ കോലം കെട്ടി നടക്കുന്ന പെണ്ണുങ്ങളും ഇതൊരു സംസ്കാരമായി, അവർക്ക് സംഘടനകളായി. മുസ്ലിമീങ്ങളോട് ഞാൻ പറയാം, പല ജാതിക്കാരുണ്ടാവും ഈ കോലം കെട്ടുന്നവർ. മുസ്ലിം ഉമ്മത്തിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളത് ചെയ്യരുത്. ഇത് അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. അതുകൊണ്ടൊരു പെണ്ണായി കോലം കെട്ടിയ ഒരാണിനെ ഒരു മുസ്ലിമിന് കല്യാണം കഴിക്കാൻ പാടുള്ളതും അല്ല. അങ്ങനെ ഒരു കല്യാണം ഇല്ല, തോന്നിവാസല്ലേ അത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ചെയ്തിട്ടുള്ള സൊഡോമി എന്ന് പറയുന്ന, ലിവാത്ത് എന്ന് പറയുന്ന, അലി റളിയല്ലാഹു അൻഹു ഇത് ചെയ്യുന്ന ആണിനെയും ചെയ്യപ്പെടുന്ന ആണിനെയും ചുട്ടുകൊല്ലണം എന്ന് പറഞ്ഞിട്ടുള്ള ശിക്ഷയുള്ള കുറ്റമാണത്. അതൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റികളാണ്. എത്ര ഫോളോവേഴ്സ് അറിയാം നമ്മളെ മാപ്പിളാര്? ഭയങ്കര ഫോളോവേഴ്സാണ്. അവരൊക്കെ പറയണത് കേൾക്കാനും അതിനൊക്കെ കോലം കെട്ടാനും. ഓ, എൻ്റെ സാരി നല്ല ഉഷാറുണ്ടടി. ആരാ ഇടി എന്ന് പറയണത്? ഓനാണ്, ആണാണത്. അതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. നമ്മൾ ചെയ്യേണ്ട, വേറെ ആരോ ചെയ്യുന്നവർ ചെയ്തോട്ടെ, നമ്മളത് ചെയ്യേണ്ടവരല്ല. ഇസ്ലാം മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ മതമാണ്. ആ മൂല്യത്തെ കളഞ്ഞു കുളിക്കാൻ ആരും ശ്രമിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു അത് നിലർത്തിത്തരും. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന നമ്മുടെ ചാനലുകളിൽ ചർച്ചയ്ക്കിരിക്കുന്ന ചെറുപ്പക്കാരൻ, ബോച്ചയുടെ കഥയുടെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ചർച്ച വന്നല്ലോ. പെണ്ണുങ്ങളും അവരുടെ വസ്ത്രവിധാനത്തെ അവരും ഒരു സോഷ്യൽ വിചാരണയ്ക്ക് വിധേയപ്പെടണം. പക്ഷെ ആ സാധുവിന് പറയാൻ പരിമിതിയുണ്ട്. അവതാരകന്മാർ അതിലും വലിയ ആവേശത്തില്ല. അതിനെന്താ കുഴപ്പം? എവിടെയാ മുപ്പത്തേര് മറക്കാത്തത്? മറക്കാൻ പാടില്ലാത്തതെന്തെങ്കിലും കാണിച്ചോ? ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ മുസ്ലിമിന് മറുപടി പറയാൻ പറ്റും. എന്തേ? ഒരു പെണ്ണിന്റെ വസ്ത്രധാരണങ്ങളിൽ അവൾ ശരീരം മുഴുവൻ മറച്ചാൽ പോലും ശരീരത്തിന്റെ അവയവങ്ങളെ കാണിക്കുന്നതും ശരീരത്തിന്റെ തൊലി നിറം റിവീൽ ചെയ്യുന്നതുമായ വസ്ത്രം ഒരു പെണ്ണിന് ധരിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. രാഹുൽ ഈശ്വറിന് ഇപ്പൊ മസൽ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലല്ലോ. അദ്ദേഹത്തിന്റെ പരിമിതികളുണ്ട്. അദ്ദേഹം പറഞ്ഞു സഭ്യത വേണം. അത് പറയുമ്പോ അതിന്റെ മാനദണ്ഡം എന്താ? ചോദ്യം അതൊക്കെ ആക്കി ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ആണും പെണ്ണും എന്ന് പറയുന്നത് ഇത് മെഷീനല്ലല്ലോ, ബോധമുള്ള രണ്ട് എൻറ്റിറ്റികളല്ലേ. വൈകാരികമായ ചിന്തകൾ മനുഷ്യന് വരൂലേ? അവരുടെ സ്വന്തം വീടുകളിലെ അവരുടെ പെങ്ങളും ആങ്ങളെയും ഉമ്മയും അവർ മറക്കേണ്ട സ്ഥലം മാത്രം മറച്ച് ബാക്കിയൊക്കെ കാണിച്ചു നടന്നാൽ ഇവന്മാര് പറയോ അവര് സഭ്യതയുള്ള വസ്ത്രമാണ് ധരിച്ചതെന്ന്? ഒരു രേഖയുണ്ട് മനുഷ്യന്റെ മനസ്സിലും ചിന്തയിലും മനുഷ്യന്റെ പെർസെപ്ഷനിലും. അത് ആണും പെണ്ണും മനസ്സിലാക്കണം. പക്ഷെ അങ്ങനെ ഒരാൾ വസ്ത്രവിധാനം മോശമായി ചെയ്തതിന്റെ പേരിൽ ഒരാണും നോക്കരുതെന്നാണ് ശരീഅത്തിന്റെ ഭാഷ്യം. ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം, സത്യവിശ്വാസികൾ കണ്ണു ചിമ്മണം, പെണ്ണുങ്ങളും കണ്ണു ചിമ്മണം, അരുതാത്തത് നോക്കരുത്. പക്ഷേ മനുഷ്യൻ നോക്കിപ്പോകാൻ ഇടയുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഖുർആൻ കണ്ണു ചിമ്മണം എന്ന് പറയാൻ കാരണം. അങ്ങനെ ഒരു ആത്മീയ ബോധമൊന്നും എല്ലാ മനുഷ്യർക്കും എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് പെണ്ണുങ്ങൾ സഭ്യമായ വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് ഇസ്ലാമിന് പറയാൻ കഴിയും. അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുമുണ്ട്. സെക്കുലർ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പലർക്കും പറ്റും. അവരെയൊന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന വിധം ഒരു ഡെഫിനിഷൻ ഒരു പക്ഷേ അവരുടെ പരിസരത്ത് നിന്നുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയിരിക്കണമെന്നില്ല. പക്ഷേ രാഹുൽ ഈശ്വറിന്റെ ആ ഒരു ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അങ്ങനെയെങ്കിലും നമ്മുടെ ചാനലിൽ കയറി ഒന്ന് പറഞ്ഞല്ലോ, സഭ്യത വേണം, എല്ലാവർക്കും വേണം. അത് ബോച്ച പറഞ്ഞതാണെങ്കിൽ വാക്കുകൾക്ക് വേണം.
ഒരു പെണ്ണിൻ്റെതാണെങ്കിൽ, നടിയാണെങ്കിലോ അല്ലെങ്കിലോ അവർക്കും സഭ്യത പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ വസ്ത്രവിധാനങ്ങളിൽ മാന്യത വേണം എന്ന് പറയാൻ ഇസ്ലാമിന് അവകാശമുണ്ട്. ഇവിടെ ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുമുണ്ട്. ഞാൻ പറയുന്നത്, ആണും പെണ്ണും എന്ന് പറയുന്ന രണ്ട് സംവിധാനങ്ങൾക്കും രണ്ട് തലത്തിലുള്ള ജോലിയാണ് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തത്. അതുകൊണ്ടൊരു പ്രവാചകന്റെ ജോലി ഒരു പെണ്ണിന് എളുപ്പമായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു നബിയും ഒരു പെണ്ണായി വരാതിരിക്കാൻ കാരണം. പുരുഷന്മാർ പുറത്തിറങ്ങി ദഅവത്ത് ചെയ്യുന്നവരാണ്, പ്രവാചകന്മാർ.